എപ്പിസോഡുകൾക്ക് വ്ളോഗെല്ലാം കൈകാര്യം ചെയ്യുന്നത് നിഗി ആയിരിക്കും. അങ്ങനെയല്ല, മലേഷ്യയിലേക്ക് ഇപ്പൊ അങ്ങനെ ഒരു ചാൻസ് വന്നതാണ്. അപ്പൊ ഞാനും വിചാരിച്ച് പോവാ. അങ്ങനെ ഇതാ നമ്മുടെ ഷൂട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഒരു അടിപൊളി ഓഫറൊക്കെ കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തന്നേക്കെ ഈ വീഡിയോ കൂടി തന്നെ. ഗുഡ് മോർണിംഗ് ഗൈസ്, എന്തു പറയുന്നു എല്ലാവരും? സുഖമായിട്ടിരിക്കുന്നു. രാവിലെ ഉറക്കെണീറ്റിട്ടുള്ളൂ. ഞാനിന്ന് ഈ ക്യാമറയും പിടിച്ചിട്ടേ ഈ ക്യാമറ എടുത്ത കാര്യം തന്നെ എനിക്കറിയില്ല കേട്ടോ. ഇതേ പിള്ളേഴ്സ് രണ്ടാളും ഉറങ്ങുകയാണ്, എന്തിനും ദുഃഖവും. പിന്നെ സമയം ഇപ്പോൾ ഏതാണ്ട് 7 മണി കഴിഞ്ഞു. 7:11 നിഗി ഇപ്പം എനിക്ക് താഴോട്ട് പോയിട്ടുള്ളൂ. 7 മണിക്കായിട്ടാണ് ആൾ എണീറ്റത്. അലാറിന് എന്തോ വെച്ചിട്ട് ലേറ്റായി പോയി തോന്നുന്നു. ഇവിടെ താഴോട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാനും എണീറ്റ്. ഇപ്പം ഞാൻ വിചാരിച്ച് വെറുതെ എന്നാൽ പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആക്കിയാലോ ഒന്നും, ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് എടുത്താലോ. നിഗിയോട് പറഞ്ഞിട്ടില്ല, സത്യമായിട്ടും പറഞ്ഞിട്ടില്ല. ഒരു പ്ലാനിങ്ങും ഇല്ല. ഞാൻ ജസ്റ്റ് വെറുതെ ഇപ്പം അങ്ങനെ ഇവിടെ എണീറ്റിരുന്നപ്പോൾ ക്യാമറ കണ്ടേരം വെറുതെ എടുത്ത് പിടിച്ചതാണ്. നമുക്ക് എന്നാൽ പിന്നെ വിചാരിച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. അപ്പോൾ താഴോട്ട് വെറുതെ ക്യാമറ പിടിച്ചിറങ്ങാം. എന്താണെന്ന് ചിലപ്പോൾ ചീത്തേക്കുമ്പോൾ ഒന്നും പറയാണ്ട് ക്യാമറയ്ക്ക് എടുത്ത് വന്നെന്ന് പറഞ്ഞിട്ട് വെറുതെ പോയി നോക്കാം. ഇഡ്ഡലി എന്തൊക്കെ ആക്കണം എന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇഡ്ഡലീൻ്റെ ഒരു കഥയുണ്ട്, അത് ഞാൻ പറയാം. ജസ്റ്റ് താഴോട്ട് പോയി നോക്കട്ടെ എന്താണ് പുള്ളിക്കാരത്ത് ചെയ്യുന്നതെന്ന്. അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാം ഇന്ന്. ഇപ്പോൾ രാവിലെ തൊട്ട് നമുക്ക് ഇന്നൊരു രാത്രി വരെ ഉള്ളൊരു വീഡിയോ, ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. ഒരാൾ എണീക്കാതെ നോക്കണ്ട്. ഇല്ല, കിടന്നോട്ട് രണ്ടാളും നോക്കാം. ഇറങ്ങിക്കോ, എണീക്കുന്നുണ്ടാ? ഇല്ല എന്നാ ഓക്കെ ഗൈസ്, താഴോട്ടിറങ്ങട്ടെ. Good morning. Morning. ഗുഡ് മോർണിംഗ് പറഞ്ഞതല്ലേ? ഗുഡ് മോർണിംഗ്. ഞാൻ ബാഗിൽ നോക്കി, നീ കൈ തൊടാണ്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഗുഡ് മോർണിംഗ്. അമ്മ ഉറക്കത്തെ ഓടിയിരുന്നയാ. ഞാൻ വിചാരിച്ചു എന്താണ് ശബ്ദം കേട്ട് മോളിലെ. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചോ എനിക്കൂല, ഞാൻ വിചാരിച്ച അച്ഛൻ ബാത്റൂമിന്റെ വാതിലടച്ച് വെച്ച്. നീ കണ്ടു. ഹായ്, അപ്പൊ ഇനി ശരിക്കും ഗുഡ് മോർണിംഗ്. വെറുതെ രാവിലെ ഉറക്കിട്ടപ്പോ ക്യാമറ ഒന്ന് കയ്യിൽ കണ്ടു. അപ്പൊ ഒരു മണിക്ക് 2 പക്ഷി. നിക്കിനെ മേടിക്കാൻ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ മേടിച്ചത് അമ്മയാണ്. അമ്മയോട് കൊണ്ടുവന്ന് എന്നാ അച്ഛനോട് ഉണ്ടാക്കി കിട്ടാനപ്പോ എന്താണെന്ന് ചോദിച്ചിട്ട് അപ്പൊ ഇന്ന് രാവിലെ ഒരു ഞെട്ടലോട് കൂടി നേരം വെളുത്തിരിക്കുകയാണ് ഗൈസ്, അല്ലെ? എന്തായാലും കലക്കി കൊള്ളാം. ഒരു സന്തോഷം, ഒരു മനസുഖം. അപ്പൊ എന്താണ് എന്നിട്ട് ഇന്നത്തെ പരിപാടി? വേറെ എന്താ നീ വിളിക്കുക കേക്കട്ടെ? എന്താണ് എന്താടി പറയേ? കോയല്ലേ? ഓക്ക് മുന്നിലൊരു കെ ചേർത്ത കോ വായിക്കൂലേ? അതെയാ, എനിക്കറിയില്ലത്. പറഞ്ഞാല് അതിന് മുന്നേ പോടി നീ ഇപ്പൊ കൂടി വന്ന കോപ്പയെന്നല്ലേ പറയാൻ പോയത്? അതിപ്പോ ആരും പറയാത്തൊന്നുമില്ല. അല്ല, പിന്നെ വീഡിയോസിലിടക്കിടക്ക് കമന്റ് വരെ ഉണ്ടാവാറുണ്ട് അവളുടെ ഒരു കോപ്പയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ രാവിലെ നമ്മൾ ചായയിൽ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. പ്രതീക്ഷിക്കാത്ത, ഒട്ടും പറയാത്തൊരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ. അപ്പൊ
തുടക്കം തന്നെ അതിഗംഭീരമായിട്ടുണ്ട്. നല്ലതാണ്. ഞാൻ പേടിക്കുന്നവരെ ഒന്ന് കാണിച്ചേ. അത് ഞാൻ പിന്നെ കാണിച്ചു. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. നന്നായി ബാ. എനിക്ക് പേടി എന്താന്നറിയോ, നീ ചായ ഇട്ടോണ്ടിരിക്കല്ലേ, ഞാൻ പേടിക്കുമ്പോ ചായയിട്ട് മറിഞ്ഞ എന്റെ ദിവസം ഇന്നത്തെ പോക്കാം. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫില് എന്റെ ഒരു ഇതും കൂടി നിങ്ങൾക്ക് കാണാൻ വേണ്ടി അത് ഞാൻ നോക്കിയില്ലേ ഗൈസ്. ഞാൻ ശരിക്കും പറഞ്ഞാല് ഇവള് ചായമേന്ന് കൈയെടുത്ത് ഇങ്ങനെ ബാക്കോട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ പേടിപ്പിച്ചത്. അങ്ങനെയൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ചെയ്യുമോ നമ്മൾ? സത്യമായിട്ടും പറ്റില്ല. ഇത് വെറുതെ അവിടെ എനിക്ക് ക്യാമറ അവിടെ വെറുതെ ഇരിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് ദിവസമായി വ്ളോഗ് എടുത്തിട്ട് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ എടുത്തിട്ട് എത്ര ദിവസമായി. അപ്പൊ ഞാൻ വിചാരിച്ച് വെറുതെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാം. അപ്പൊ ഇന്നെന്താക്കുന്നേ? ഇഡ്ഡലി പുഴുങ്ങിയതാ. ഇന്നലത്തെ ഇഡ്ഡലിയുടെ കഥയൊന്നും പറയരുതേ. അത് പറയരുത്. ഞാൻ പറഞ്ഞു ഇന്നലെ ഒരു കഥ ഉണ്ട് സീരിയസ് ആയിട്ട് ഞാൻ പറയാ. നമ്മള് എന്തിപ്പോ സംഭവിച്ചു അത് പറയാനെങ്കിൽ പറഞ്ഞെങ്കിൽ എന്താ അല്ലേ? നിങ്ങളിപ്പോ എന്തായാലും അറിഞ്ഞു. ഇനിയിപ്പോ പറഞ്ഞാണ്ട് അതന്നെ അത് പറയുന്നത്. അമ്മ എന്റെ സപ്പോർട്ടാണ്. പിന്നെ എല്ലാരും പറയില്ല, എല്ലാരും എന്നെ കളിയാക്കും. പറഞ്ഞു ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാല് ഇഡ്ഡലിന്റെ രഹസ്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അവൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം. വേറൊന്നുമല്ല, ഇന്നലെ ഇഡ്ഡലി ഉണ്ടാക്കിയവള് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഇഡ്ഡലി ആക്കി. എല്ലാപ്പോഴും ഇഡ്ഡലി ആക്കുന്നതല്ലേ സംഭവം. ഇന്നലെ നോക്കുമ്പോൾ ഇന്നലത്തെ ഇഡ്ഡലി സ്പെഷ്യലായിരുന്നു. എന്താ സംഭവത്തിന് പറയല്ലെന്ന് പറഞ്ഞു. ഇനിയിപ്പോ എന്നാ പിന്നെ ഞാൻ പറയുന്നില്ല, പോട്ടെ. എന്നാ ഓക്കെ, എന്നാ ഞാനിടല്ല. ഇന്നത്തെ ഒരു വ്ളോഗിൽ പറയാം. നിങ്ങൾ പറ, രഹസ്യം പറയണോ വേണ്ടേ? എന്നാ ഞാൻ പറയാ. അമ്മ പറഞ്ഞോണ്ടാ ഞാൻ പറയാത്ത. ഇപ്പൊ പറയണ്ടെന്ന് പറഞ്ഞോണ്ട് കേട്ടാ. പോയിക്കോ. ഞാൻ പറയാം ഈ വ്ളോഗിൽ തന്നെ, പിന്നീട് പറയാം. അങ്ങനെ രാവിലത്തെ എനിക്കൊരു ചായ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാൻ പ്രതീക്ഷിച്ചവരടിക്കുന്ന ചായ ആരാണ്ട് ഇവരെ പേടിപ്പിച്ചുകൊണ്ട് പട്ടിണിക്ക് ഇടുന്നതാണ്. എന്താണെന്ന് അറിയില്ല. എനിക്ക് ചായ കൊണ്ട് തരുന്നു, അമ്മ ബിസ്ക്കറ്റ് കൊണ്ട് തരുന്നു. ഇനി സ്നേഹത്തിൽ ഇവരെന്നെ സ്നേഹിച്ച് കൊല്ലാനുള്ള പരിപാടിയാണോ? എന്താണ് വേറെ പരിപാടി ഒന്നും ആക്കിയിട്ടില്ലല്ലോ. പേടിപ്പിച്ചതിന്റെ എനിക്കിപ്പോ ഒരു വിശ്വാസമില്ലായ്മയൊക്കെ ഉണ്ട്. വരെ ഒരു ബിസ്ക്കറ്റ് മുക്കിയിട്ട് കഴിക്കാം. അമ്മ ബോണസാ. അമ്മനെ പേടിപ്പിക്കാൻ ഉദ്ദേശിച്ചല്ല, അമ്മ എനിക്ക് കിട്ടിയ ബോണസാണ്. കൊള്ളാം. ഗുഡ് ഡേ ബിസ്ക്കറ്റ് വിത്ത് പാൽ ചായ. അച്ഛൻ കാക്കോസിലായിരുന്നു ഞെട്ടി പോലും. മൊത്തത്തിൽ ഞെട്ടിക്കൽ ബിരിയാണിയാണ്. അപ്പൊ എന്തൊക്കെ ഇന്നത്തെ പരിപാടി? ഇന്നത്തെ സാമ്പാറുണ്ട്. ഇന്നലത്തെ ഇഡലി അമ്പേ ഫ്ലോപ്പ് ആയതുകൊണ്ട് ആരും ഇഡലി കഴിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് സാമ്പാറുണ്ട്. പിന്നെ ചട്നി ആക്കണം. അപ്പൊ നമുക്ക് ഇന്നത്തെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ കാണാം. നമുക്ക് പിന്നെ അതിന് ശേഷം ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനൊക്കെ ഉണ്ട്, വീഡിയോ എടുക്കാനൊക്കെ. അപ്പൊ അതും എല്ലാം കൂടി ചേർത്ത് ഒരു വ്ളോഗ്. ഓക്കെ, മക്കളെ ഒന്ന് എണീറ്റ്. ഇന്ദ്രപ്പ ആരാ വന്നേ നോക്കി. താഴെ വന്നേ, വിളിക്കുന്നവർ ഒന്ന് വന്നേ. വേമ്പാ, താഴെ ഒരു വന്നിട്ട് വേമ്പാ. വാ, പെട്ടെന്ന് വാ. നോക്കാറ ഇന്നെയാണ്. വാ, ഇന്ദ്രനെ കാണുമോ? മോളുടെ സ്കൂളിലൊക്കെ പഠിക്കുന്നേ. ഒന്ന് വന്ന് വാ. വേമ്പാ, താഴെ വാ. ആരോ ഉണ്ട് താഴെ. ചെല്ലി അല്ല, ഇതൊന്നും ചെല്ലി. അവരിപ്പോ കണ്ടിട്ട് വാ. ചെല്ലി പോ. പുറത്ത് കോലായിക്ക്. എന്തിനാ പറ്റിച്ചേ?
പറ്റിച്ച് വാ 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 ഇന്ന് കിടക്കാൻ കഴിയില്ല വാ പോണ്ട സമയായി വാ ഇന്നതാ ബാബാ ഇന്ന് സ്കൂളിലെ ലാസ്റ്റ് ഡേ ഇന്ന് പോണ്ടതല്ലേ ക്രിസ്മസിന്. ഇന്ന് രാവിലെ തന്നെ ഇല്ലേ അമ്മനെ മക്കളെല്ലാരും പറ്റിച്ചു. ഇന്ന് അല്ല ഫാനൊക്കെ ഓഫ് ആക്കിയിട്ട് പോരെ കേട്ടാ. ഓക്കേ അച്ഛനെ മുത്തേ അച്ഛനെ പൊന്നും കെട്ടി അച്ഛൻ ചുമ്മാ പറ്റിച്ചപ്പോ അച്ഛനെ മുത്തല്ലോ അങ്ങനെ വയല്ല അങ്ങനെ വയല്ല അച്ഛനെ പൊന്നും കെട്ടല്ലേ അച്ഛനെ പൊന്നും കെട്ടല്ലേ അച്ഛനെ പൊന്നും കെട്ടല്ലേ പിടിച്ചത് രസം അച്ഛനെ പൊന്നും കെട്ടല്ലേ അച്ഛനെ പൊന്നും കെട്ടല്ലേ ചുമ്മാ പറ്റിച്ചല്ലേ പച്ച എടുത്ത് പറ്റിച്ചല്ലേ ഇന്ന് രാവിലെ തൊട്ട് എല്ലാത്തിനും ഇന്ന് രാവിലെ പേടിപ്പിച്ച് എന്റെ അമ്മ പേടിച്ചതായി പോയി. അച്ഛൻ മൂടി വന്ന് അച്ചാച്ച കക്കൂസ് ചെയ്ത് എന്തെല്ലോ ആയി. മൊത്തം പേടിപ്പിക്കൽ വ്ളോഗാണ് ഗൈസ്. ഇതാണ് സാധനം കേട്ടാ ഫുള്ളബ്ബാർ കണ്ടാ. ഇതിങ്ങനെ ഓൺലൈൻ മെല്ലെ തൂങ്ങിയാൽ മതി. ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന കണ്ടാ നമുക്ക് കട്ട്ലേൻ്റെ എവിടെയാ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ പിടിപ്പിക്കാം. അപ്പൊ ഇവർക്ക് ഇങ്ങനെ കയറിയിട്ട് അമ്മേ അങ്ങനെ കയറണ്ട അവിടെ നിന്ന് കയറിയാൽ മതി. ആ ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി കണ്ടാ എന്താ കണ്ടാ മറ്റോണല്ലേ. ആ ആ ആ അയ്യോ എൻ്റെ അമ്മേ പൊന്ത് ആ കണ്ട അമ്മേ ആ പൊന്ത് ഇങ്ങനെ തൂങ്ങാം. ഇതില് ഹൈറ്റ് വെക്കാൻ നല്ലതാ അല്ലേ ഫുള്ളബ്ബാർ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രൊഡക്റ്റ് ഇവിടെ ടാഗ് ചെയ്യാം. നിങ്ങൾക്ക് വാങ്ങാം നല്ലതാണ്. കുട്ടികൾക്ക് ഇതങ്ങനെ വിട്ടു വരില്ല. ഇതിനിതേ കണ്ട ഇവിടെ നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇല്ല വിട്ടൊന്നും പോരില്ല. അയ്യോ വിട്ടു വേണം നമ്മൾ തൂങ്ങിയവരെ വിട്ടു വരില്ല. ഇതണ്ട എടുത്തു 120 കിലോ ഇതിൻ്റെ പക്ഷേ പൊക്കം 120 കിലോ വരെ കപ്പാസിറ്റി ഉണ്ട്. അതെ ഇനി പോക്കാൻ വെക്കൂല. പക്ഷെ തൂങ്ങുന്നത് നല്ലതാണ്. നീ തൂങ്ങിക്കോണെങ്കിൽ അമ്മ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതുമ്മ. പൊക്കം വെക്കട്ടെ എന്തൊരു ചില പൊന്നെ കപ്പടേ മനസ്സിലായി. രാവിലെ തന്നെ ആരും ഇങ്ങനെ കാണാൻ വരൂല. സ്കൂളിൽ പോണ്ട് എനിക്കറിയാം എന്നിട്ട് ഞാൻ ഒരു സാധനം എടുക്കാൻ അവിടെ നിന്ന പച്ച വീട്ടില് എന്നിട്ട് വീണ്ടും ഇന്നത്തെ വ്ളോഗിന്റെ പേരുണ്ട് ഞെട്ടിക്കൽ വ്ളോഗ്. ഞെട്ടിക്കൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞെട്ടിക്കൽ ബിരിയാണി എന്ന് പറയുന്ന പോലെ അല്ലേ. പിന്നെയില്ല എൻ്റെ മോക്കില്ലേ നിങ്ങളൊക്കെ പറയാറില്ല ദുഗു നല്ലോണം പാട്ടൊക്കെ പാടുമെന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ ദുഗു സ്കൂളിൽ പാട്ട് പാടാൻ പോണതൊക്കെ അല്ലേ. പാട്ടല്ല എന്തായിരുന്നത് ലളിതഗാനോ ലൈറ്റ് മ്യൂസിക്. അതിൽ ദുഗു സെക്കൻഡ് ഉണ്ട് സ്കൂളിൽ. ഒന്ന് കാണിച്ചു കൊടുത്ത എല്ലാവരും പല്ലൊക്കെ തേച്ചിട്ടാ കാണിക്കേണ്ടത്. എന്നാലും പിന്നെ ഞാൻ നെട്ടിച്ച് വിളിച്ചോണ്ട് തൽക്കാലം ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. ഇതേ എന്നിട്ട് ദുഗുന് ഇതാ നമ്മുടെ മൊമെന്റും പിന്നെ സർട്ടിഫിക്കറ്റും കിട്ടി അല്ലേ ദുഗുശി കണ്ടതാ. ഇതാ സെക്കൻഡ് കാറ്റഗറി തേർഡ് മോളിലൂടെ എഴുതിയതിൽ സെക്കൻഡ് ഉണ്ട് അല്ലേ. ആ അടിപൊളി. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. മറ്റേ പാട്ടല്ലേ പാടി ഏതാണ് നമ്മുടെ പമ്പാ നദിയിലെ കുളിർമലകളെ. ആ നമ്മുടെ സംഗീത ടീച്ചർ പഠിപ്പിച്ചത് നല്ല പാട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നത്. പമ്പാ നദിയിലെ കുളിർമലകളെ ചെമ്പകപ്പൂക്കൾ തുമ്പിക്കളിക്കും കാടുകളെ മാനത്തെ മഞ്ഞിൽ നിന്നോടി വരുന്ന നിലാവിനെ നിങ്ങൾ കണ്ടോ? ഓണ നിലാവിനെ കണ്ടോ? ചെമ്മാനപ്പൂക്കൾ വിരിഞ്ഞൊരാരാവിൽ വന്നു ചിരിക്കണ കണ്ടോ? ചെമ്മാനപ്പൂക്കൾ വിരിഞ്ഞൊരാരാവിൽ വന്നു ചിരിക്കണ കണ്ടോ? ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ദുവിന്റെ ഡാൻസ് സൂപ്പറാണെന്ന്. പഠിപ്പിക്കാൻ പറയണേ. ഇന്നലെ ഡാൻസ് കണ്ടിട്ടില്ലേ കണ്ടോന്ന് ചോദിച്ചേ. കണ്ടു പറഞ്ഞില്ലേ ടീച്ചറോട് അടുത്ത കലോത്സവത്തിന് നീയാ പഠിപ്പിച്ചു കൊടുക്കേണ്ട എല്ലാ ബോയ്സിനും നീയായി മാഷ്. അടിപൊളിയല്ലേ.
മാഷായിൽ ഇത്ര കിടന്ന് ഇനിയിപ്പോ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിൽ എന്താ ഒരു 3-4 കുട്ടികളെ LKG UKG പഠിപ്പിക്കുന്ന 3-4 കുട്ടികളെ ഡാൻസ് പഠിച്ചു കൊടുത്തിട്ടാലും എന്റെ മോൻ ജീവിക്കാം. ഇപ്പൊ 1ാം ക്ലാസ്സിലല്ലേ, ഇനിയിപ്പോ ഒരു LKG UKG ഉണ്ട് എന്തായാലും അതിന് മുമ്പായിട്ട്. നമ്മളൊരു തൊഴിലവസരം ആയി കൊടുത്തിട്ടുണ്ട് ചെക്കന്, ജീവിക്കാനുള്ളൊരു വഴി അച്ഛാക്കി തന്നിട്ടുണ്ട്. LKG UKG പിള്ളേരെ ഡാൻസ് ഒക്കെ പഠിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോവാ പോരെ. അത്രയൊക്കെ അച്ഛനെ കൊണ്ട് പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ നിഗി വീണ്ടും ഇഡ്ഡലി ആക്കുകയാണ് ഗൈസ്, ഇഡ്ഡലി ആക്കുകയാണ്. ഇന്നത്തെ ഇഡ്ഡലിയുടെ സ്പെഷ്യൽ എന്താ? സാമ്പാർ ചട്നിയാ, വേറെ ഒന്നുമില്ലല്ലോ? ഉള്ളതൊക്കെ തന്നെ അല്ലേ? ചതിക്കല്ലേ മുത്തേ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. പറ്റാതിരിക്കട്ടെ, അതാണ് നമുക്കെല്ലാം നല്ലത്. അപ്പൊ ഇഡ്ഡലിയുടെ മാവ് ഇങ്ങനെ ഇതിലേക്ക് ഇതെന്താ കൊച്ചിനെ കറുപ്പാത്രോ? അയ്യോ അതെടുക്കരുത്. അതിങ്ങനെ മുട്ടുന്നായിട്ട് ഞാൻ കണ്ടുപിടിച്ച പുതിയ ട്രിക്കാണ്. അതെന്താ പരിപാടി? അതങ്ങനെ വെക്കും. അല്ലാണ്ട് വെക്കാൻ കഴിയില്ല. അല്ലാണ്ട് വെക്കുമ്പോ 2 ഇഡലിയും തമ്മിൽ അടിയിലത്തെ ഇഡലി ചപ്ലാങ്കട്ടിയാവുന്നു. അപ്പൊ ഇഡലികൾ തമ്മിലുള്ള സ്നേഹത്തിന് നീ ഭംഗം വരുത്തി നടുക്കൊടി ഇത് വെച്ചിട്ട് അല്ലേ? ഗൈസ് ഇപ്പൊ രാവിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, രാവിലെയും വേറെ എന്താ പറയാനുള്ളത്, പക്ഷെ അങ്ങനെയല്ല. ഇപ്പോഴത്തെ രാവിലെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, നല്ല മഞ്ഞാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വയലിലില്ലേ നല്ല മഞ്ഞ. രാത്രി തണുപ്പ് എന്ന് പറഞ്ഞാൽ രാത്രി തൊട്ട് വെളുപ്പൊക്കെ ആയാൽ പിന്നെ പറയണ്ട, ഭയങ്കര ഇതാ. അതുകൊണ്ട് ഇപ്പോൾ കാണാൻ നല്ല രസമാണ്. ചെടികളൊക്കെ നല്ല നല്ല അടിപൊളിയായിരിക്കും. കണ്ട ഞാൻ കാണിച്ചു തരാം കേട്ടോ. മഞ്ഞല്ല, ഊട്ടിയിലത്തെ പോലത്തെ മഞ്ഞല്ല പറഞ്ഞേ, മഞ്ഞിങ്ങനെ വെള്ളം വീണിട്ട് അത്ര ഇതുണ്ട്. വയൽ ഭാഗത്തായതുകൊണ്ടില്ലേ കണ്ട, ഇത് ഫുള്ള് തണുത്ത വെള്ളം. കണ്ട ശരിക്കും നമ്മ ഐസിൽ വെച്ച വെള്ളം പോലെ. മഞ്ഞല്ലെന്നേ ഉള്ളു, മഞ്ഞും കട്ടയല്ലെന്നേ ഉള്ളു, പക്ഷെ നല്ല ഇതായിട്ട് കണ്ട മഞ്ഞിൻ്റെ ആ ഒരു എന്താ പറയുക, മഞ്ഞിൻ്റെ ആ ഒരു വെള്ളം. അത് തന്നെ. അതുകൊണ്ട് ചെടികൾക്കൊക്കെ നല്ല ഉഷാറാണ്. നമ്മുടെ ബൊഗേൻവില്ല പൂ ഇട്ടിട്ട് കുറച്ച് ദിവസമായി, ഇപ്പോൾ പൂ പോകാൻ തുടങ്ങിയിട്ടുണ്ട് മങ്ങി. ചെരുപ്പാ? ഓ ചെറിയൊരു കയ്യബദ്ധം ഗൈസ്, ചെരുപ്പ് ചെറുതായിട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. എന്നാ ഇതൊക്കെ നോക്കിയിടാൻ കേട്ടാ, ഇനി മാറിപ്പോരുത്. എപ്പോഴെപ്പോഴും ഇങ്ങനെ ചെരുപ്പ് വെച്ചാൽ കണ്ടപ്പെടുത്തുണ്ടോ തരാൻ്റെ അടുത്തുണ്ടാവൂല കേട്ടല്ല. പോയിക്കോ. ചെരുപ്പ് അച്ഛൻ ശ്രദ്ധിക്കാണ്ട് എന്റെ ചെരുപ്പെല്ലോട്ട് നടന്നിട്ട് പൈസയായിട്ട് വരച്ചതാ പ്രായമായിട്ട്. അല്ല ഇവളെന്താ ഇഡ്ഡലിയാക്കാൻ ഇവിടെ വന്നിരിക്കുന്നേ? നീ വേഗണ്ട, പറയുന്നില്ല. ഞാൻ പറയട്ടെ എന്നാ, പിന്നെ അധികം ഇത് പറഞ്ഞ ഞാൻ പറയും. എന്നാ പോയി ഇഡ്ഡലിയാക്കി ചെല്ലി. പോയിക്കോ പോ കേട്ടോ. ഇങ്ങനത്തെ ഒരു പ്രവൃത്തി നിങ്ങൾ ആരെങ്കിലും ചെയ്യൂ ഗൈസ്? ഞാനും നമ്മൾ ഇന്നലെ ആ ഒരു ചേച്ചിനോട് പറഞ്ഞപ്പോ ചേച്ചിക്കും അതേ കയ്യബദ്ധം പറ്റിയിട്ടുണ്ട്. ആ ചേച്ചിക്കും നിനക്കും മാത്രം ഈ ലോകത്തില് കയ്യബദ്ധം പറ്റിയിടണ്ട 2 പേര്. ഇന്നലെ നമ്മൾ ഈ രഹസ്യം നമ്മളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല എന്ന് ഇന്നലെ വീഡിയോ എടുക്കാൻ പോയപ്പോ ആ ചേച്ചിനോട് കൂത്തുപറമ്പുള്ള ഒരു ചേച്ചിനോട് പറഞ്ഞപ്പോ ചേച്ചി പറഞ്ഞു എനിക്കും പറ്റിയിട്ടുണ്ട് ഇതെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ചേച്ചിക്ക് പൊട്ടില്ല കിട്ടില്ല. എന്തുവാ ഇത് അല്ലേ? സോറി ചെല്ലി പോ. മറ്റേ അതല്ല കട്ടാക്കല്ലേ. ഇന്നലെ ആ ചേച്ചി ഒപ്പക്ക് വെള്ളം കുടിക്കാൻ വെള്ളം തന്നിട്ട് എനിക്ക് കുടിക്കാൻ വെള്ളം എന്താന്ന് പറയുന്നത് കിണറ്റില് പൂച്ച വീണ്. കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ കിണറ്റില് പൂച്ച വീണ് ഞെട്ടിപ്പോയി. ദൈവമേ പൂച്ച വീണ കിണറ്റിലെ വെള്ളം കുടിക്കാൻ. അല്ല ഈ കിണറ്റിലല്ല, ഞങ്ങളുടെ അപ്പുറത്തെ എന്റെ വീട്ടിലെ കിണറ്റിലാണ്. അപ്പൊ സമാധാനമായത്. വെള്ളം ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ പറഞ്ഞേ കിണറ്റിലെ പൂച്ച വീണ എന്താ ചെയ്യുക, എടുത്ത് കളയാന്ന്. അവനെ കിണറ്റിലോട്ട് നോക്കുക. ചിത്രശലഭം ഗൈസ്. പിന്നെ ഈ ചെടിയില്ലേ ഇതിങ്ങനെ നീളത്തിലായി നമ്മുടെ കണ്ട. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായിട്ട്, ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയപ്പോഴാണ് കണ്ടത്. ഈ ചെടി കട്ട് ചെയ്ത് കൊടുക്കണം എന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെ താഴത്തുനിന്നെല്ലാം വേറെ വരുന്നുണ്ട്. ഇത് ഒറ്റ മരം പോലെ ഇങ്ങനെ പോയേക്കല്ലേ ഹൈറ്റിൽ. പക്ഷെ ഇത് കട്ട് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ വരും പോലും. അത് നമുക്കൊന്ന് ചെയ്യണം, നമുക്കറിയില്ല അത്. അതെങ്ങനെ ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു തരണേ, കൃത്യമായിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ. മിഷ്യത്തിന്റെ വെള്ളത്തിനോ? എല്ലാ ദിവസം എന്തെങ്കിലും ഉണ്ടാവും. ഒരു ദിവസം വാഷിംഗ് മെഷീൻ തുണി കറങ്ങുന്നില്ല, ഒരു ദിവസം മെഷീനത്തിലെ വെള്ളം ചൂടാവുന്നില്ല. ഇന്നലെ മറ്റേ ഈ ക്ലോസറ്റിലേക്കുള്ള പൈപ്പ് വെള്ളം എടുക്കുന്നില്ല. എല്ലാ ദിവസവും ഇങ്ങനെ പണി തീരാത്ത വീട് എന്ന് പറഞ്ഞ ഇതാണ്.
ഇവരാണെങ്കിലോ എന്നെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിച്ചോണ്ടേയിരിക്കും. എന്താണ് സംഭവം? എന്താണ് അതിനെടുത്ത് അരി ചൂടില്ല വെള്ളത്തിനൊന്ന് കൈ മുക്കി നോക്കിയേ. ആ ചൂടുണ്ടല്ല. ഗുങ്കുളു ഗുങ്കുളു ഗുങ്കുളു. അത്ര കൈമുള്ള ചൂടില്ല നമ്മളെ. ശശി ഞാൻ കൈമുക്കേരെ ഞാൻ ചെറുതായിട്ട് അഭിനയിച്ചതാണ്. തിരിച്ചടിക്കാൻ നോക്കിയാണല്ലേ. കൈമുക്കി പിടിച്ചാ കൊള്ളു. അങ്ങനെ ഞാൻ മുറുക്കി എടുത്തപ്പോ തന്നെ മറ്റേ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച വെള്ളം കണ്ടാലും പേടിക്കാൻ വന്നിട്ടില്ലേ. അതുകൊണ്ട് അതുകൊണ്ട് അവിടെ പോവാൻ നോക്ക്. ചെല്ലി സലീല അതിനോട് പക്ഷെ പോ. ആ ചമ്മ അപ്പൊക്കെ ചുടുവിൽ അടിക്കാൻ നോക്കുന്നു. അല്ല ഇതെന്താ ഷർട്ടൊക്കെ ഇടാണ്ട് ജിംനാസ്റ്റിക് ആയിട്ടിരിക്കുന്നത്? ഞാൻ പോയി ഷർട്ടൊക്കെ ഇട്ട് കുളിക്ക്. ഇതെന്താ ഇതെവിടത്തേക്കായി പോകുന്നു? ഇത് കുളിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. ഇങ്ങനെയുണ്ടോ നിങ്ങളുടെ വീട്ടില്? കുളിക്കണമെന്നെങ്കിലൊക്കെ എടുത്തിട്ട് ബാത്റൂം വരെ കൊണ്ടാക്കണം. അങ്ങനെ ഇന്ദ്രനെ കുളിക്കാൻ വേണ്ടി നമ്മുടെ ആവശ്യത്തിനാണ് കുളിപ്പിക്കുന്നത്. കൊണ്ടുപോകണം. കണ്ട ഗൈസ്, നിക്കി മോള് നല്ല അടിപൊളി ഇഡ്ഡലി ആക്കി വെച്ചേക്കണ കണ്ടോ? എന്താ ഒരു ഭംഗി കാണാനായിട്ട് ഇഡ്ഡലി. പിന്നെതാ ഇന്നലത്തെ കൂട്ടാത്ത സാമ്പാറും. ഇതാണ് സംഭവം. അപ്പൊ കൂട്ടാൻ നേരമില്ലാത്തോണ്ടോ അല്ലെങ്കിൽ തുറന്നു പറയാത്തന്റെ? അതെ, അമ്മ കാണിക്കുന്ന ഒരു പകുതി ആത്മാർത്ഥത പോലെ ഓപ്പ എന്നോട് കാണിക്കുന്നില്ല. അമ്മ എന്നെ എല്ലായിടത്തും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓപ്പ അങ്ങനെയല്ല, എങ്ങനെയെങ്കിലും എന്റെ കുറ്റം പറയണം എന്നും പറഞ്ഞ ഓപ്പ നടക്കുന്നത്. അമ്മ സ്വാഭാവികമായിട്ട് എനിക്കായാലും സംഭവിച്ചാല് അവള് സപ്പോർട്ട് നിക്കണ്ടേ? നിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത്. ചുരുക്കത്തിൽ പറഞ്ഞ് ഇങ്ങനെ രണ്ടാളും കൂടി സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ ഇല്ലാണ്ടാക്കും. ഇത് നിങ്ങൾ അറിഞ്ഞതുകൊണ്ടല്ലേ, ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ. ഇല്ലെങ്കിൽ ഞാനും അമ്മയും മാത്രം അറിയുന്ന രഹസ്യമായിരുന്നു. അതാ പറഞ്ഞ നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളില്ലാണ്ടാവും. എന്തെല്ലാം രഹസ്യങ്ങള് അല്ല, എങ്ങനെ ഡൈനിങ് ടേബിളില് ഫുഡ് എത്തുമ്പോ എന്തെല്ലാം കയ്യബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ അറിയുന്നില്ലല്ലോ. ഇതിപ്പോ ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ. ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിലും കഷ്ടമാണ് വീട്ടിൽ കഴിക്കുന്നത്. ഹോട്ടലിൽ എന്തെല്ലാം ആരാ കുളിക്കുന്നത്? ആരാ അമ്മ ആരാ കുളിക്കുന്നത്? ആരാ അച്ചാമെങ്ങാനും മാറിയാല് ഒരാളുടെ മാനം പോകൂടാ. അങ്ങനെതാ ഇഡ്ഡലി വിത്ത് സാമ്പാർ റെഡി. അച്ഛനമുത്ത അടിപൊളിയായല്ല എന്റെ അമ്മേ. ഇതിപ്പോ ക്രിസ്മസ് പോലെ തന്നെ റെഡും വൈറ്റും ഒക്കെ അല്ലേ? കൊള്ളാം. ഇനിയിപ്പോ മുകളിലൊരു ക്യാപ്പ് വെച്ചാൽ മതി. അതായത് ക്രിസ്മസ് പപ്പാനിന്റെ ക്യാപ്പ് വെച്ചാൽ അടിപൊളിയായി. തർക്കുണ്ടായി. ചൂടുവെള്ളത്തിലല്ലേ താൻ കുളിച്ചേ? അതെല്ലാം ശരിയാണ്. ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ തണുപ്പ് കൂടും. അപ്പൊ ഇന്ദ്രന് ക്രിസ്മസ് ആണ് ഇന്ന് സ്കൂളിലല്ലേ? ക്രിസ്മസ് ആഘോഷമാണ്. പിന്നെ നാളെ ക്രിസ്മസ്. എന്നാ ക്രിസ്മസ്? മറ്റന്നാ ക്രിസ്മസ് ആയിട്ടാ. അപ്പൊ എന്തായാലും ഈ വീഡിയോ വരുന്നത് ക്രിസ്മസിന്റെ തലേദിവസമായിരിക്കും അല്ലേ? നാളെ. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ്. സ്കൂൾ അടക്കും. അതെ, അപ്പൊ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ്. 10 ദിവസം ഞങ്ങളൊരു ട്രിപ്പിലാണ്. എനിക്ക് മലേഷ്യയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. സീരിയസ്, തമാശ പറഞ്ഞല്ല. അപ്പൊ ഞാൻ നിങ്ങളോട് അപ്പൊ പറഞ്ഞൊന്നും വേറൊന്നുമല്ല. ഇനി മുതൽക്ക് വ്ളോഗെല്ലാം കൈകാര്യം ചെയ്യുന്ന നിഗി ആയിരിക്കും. ഞാൻ മലേഷ്യയിലേക്ക് പോയിണ്. ഇനി മുതൽക്ക് വ്ളോഗെല്ലാം കൈകാര്യം ചെയ്യുന്നത് നിഗി ആയിരിക്കും. അങ്ങനെയല്ല, മലേഷ്യയിലേക്ക് ഇപ്പൊ അങ്ങനെ ഒരു ചാൻസ് വന്നതാണ്. അപ്പോൾ ഞാനും വിചാരിച്ച് പോവാ. എന്തായാലും വ്ളോഗെല്ലാം തൽക്കാലം നിഗി ഇങ്ങനെ കൈകാര്യം ചെയ്യുമല്ലോ. അമ്മയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ മലേഷ്യയിലേക്ക് ഒരാഴ്ചത്തെ ടൂർ പോകുന്നല്ലോ ഞാൻ. ഇവരാരെയും കൂട്ടാണ്. മറ്റേ ഹണിമൂണിന് ഭാര്യനെ മറ്റേ ജഗദീഷ് പറയുന്നല്ലേ, ഹണിമൂണിന് പോകുമ്പോ ചെലവ് ഓർക്കാൻ ഭാര്യനെ കൂട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് ചെലവ് ഓർക്കാൻ വേണ്ടി ഞാൻ ഒറ്റക്ക് പോയിണ് ഗൈസ്. വേറെ ഒന്നുമല്ല ഗൈസ്, സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. നമ്മുടെ കണ്ണൂർ ആർട്ടിക് ഫർണിച്ചർ എന്ന് പറഞ്ഞ ഫർണിച്ചറിന്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായി. അപ്പൊ അവർ അന്നേ പറഞ്ഞിരുന്നു 15 വ്ളോഗേഴ്സിനെ വെച്ചിട്ടാണ് ചെയ്യിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന കണ്ടന്റ്, ഏറ്റവും നല്ല കണ്ടന്റിന് അവരൊരു സമ്മാനമായിട്ട്
ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായിരുന്നു അവരുടെ ഒരു ഇത്. അപ്പൊ എന്തോ ഭാഗ്യത്തിന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് നമ്മുടെ ആ വീഡിയോയാണ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് ഏതാ വീഡിയോ എന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇവിടെ എനിക്ക് മറ്റേ ഇങ്ങനെ കലക്കി തരുന്നില്ലേ, പാലിൽ ഇങ്ങനെ കലക്കി തരുന്നില്ലേ, ഞാൻ അപ്പുറത്തെ സിന്ധുവിന്റെ അടുത്ത് ഫർണിച്ചർ സഹായിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ വീഡിയോന് ഫസ്റ്റ് കിട്ടി. അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഒരാൾക്ക് അവർ 30,000 to 50,000 രൂപ വരെ വരുന്നൊരു പാക്കേജാണ്. അത് ഇന്റർനാഷണൽ ട്രിപ്പ്. പൈസ തരുമില്ലെന്ന് അറിയില്ല. ഞങ്ങൾ പറഞ്ഞ് ട്രിപ്പ് വേണ്ട, പൈസ കിട്ടിയാൽ കൊള്ളാന്ന് പറഞ്ഞു. പക്ഷെ അവർ പൈസ തരുന്നില്ല. ട്രിപ്പ് തരുവാണെങ്കിൽ പിന്നെ എന്താ ചെയ്യാ, ഞാൻ പോവാ മലേഷ്യയിലേക്ക്. പാസ്പോർട്ടൊക്കെ ശരിയാക്കും. പാസ്പോർട്ട് എക്സ്പയർ ആയതല്ലേ, ശരിയാക്കും. നമുക്ക് അമ്മനെ പാസ്പോർട്ട് എടുത്ത് അമ്മനെ മലേഷ്യയിലേക്ക് നികിലോട്ട് ശരിയാവില്ല. അമ്മനെ പാസ്പോർട്ട് എടുത്ത് അമ്മനോട്, അല്ലെങ്കിൽ അച്ഛനെ പാസ്പോർട്ട് എടുത്ത് അച്ഛനെ മലേഷ്യയിലേക്ക് വിടാം. മലേഷ്യൻ പൂരിയാവട്ടെ. എങ്ങനെയാണെന്നറിയോ, ഒരു കൈ ഇങ്ങനെ ഒരു കാലിങ്ങനെ വെക്കുക, ഒരു കാലിട്ട് കൈ കൈ കൈയാക്കണം, കാലങ്ങനെ ആക്കണ തന്നെ. അങ്ങനെ പോവരുത്. ഞങ്ങൾ വീടെടുക്കാന്ന് കുറച്ച് ലേറ്റായി. ദുഗും നിക്കിയും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട്. മച്ച വണ്ടിയൊക്കെ കൊണ്ടാക്കി തരും കേട്ടാ. ബാ. ഓ കറക്റ്റ് സമയത്ത് നമ്മളെത്തി. ദുഗുവിനെ വണ്ടി ഇതേ കറക്റ്റ് ഇവിടെ എത്തി. ഇന്ദ്രുവിനെ അവിടെ കൊണ്ടാക്കി. ദുഗു ടാറ്റാ, ബൈ ബൈ, വൈകുന്നേരം കാണേ. ബസ്സിൽ കയറുന്ന സമയത്ത് ഇവിടെ നിക്കണം, എന്നിട്ട് ഡോറിന്റെ അടുത്ത് അവിടെ നിന്ന് ഒരു ടാറ്റ പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെയോ അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡോ നിന്നിട്ട് ആ ജനാലിന്റെ അങ്ങനെ നമ്മുടെ ഇന്ദുട്ടന്റെ വണ്ടിയും വന്ന്. അതെന്തെന്ന് വെച്ചാൽ ടാറ്റ പറയാതിരിക്കും അച്ഛനെ മുത്തിന്. എന്താ അത്? അയ്യോ ഇന്ദ്രുട്ടന്റെ ബർത്ത്ഡേ ആവാനായി. ഇന്ദ്രുട്ടന് എന്താന്ന് ഗിഫ്റ്റ് വേണ്ട ഇത്തവണ ബർത്ത്ഡേക്ക്? അമ്മ 2 നായ്ക്കുട്ടികളൊന്നും നായ്പട്ടികൾ. ഡ്രസ് വേണ്ട. അപ്പൊ ആ പൈസക്ക് വേറെ എന്തെങ്കിലും കളിപ്പാട്ടം മതി അല്ലേ? മോട്ടോർ ബൈക്ക് അല്ലേ എൻ്റെ മോനെ? അതെല്ലാം ഭയങ്കര അത് നല്ല ഓടിക്കാനായ അടുത്ത വർഷം മോട്ടോർ ബൈക്ക് എടുത്തു. അപ്പൊ ടാറ്റാ. മിഞ്ഞാന്ന് ചായ കൂന്തൽ ഫ്രൈ ആക്കിട്ട് ഞാൻ ചപ്പാത്തി എല്ലാം ആക്കിട്ട് വിളിച്ച്, അവള് വന്നില്ല. സത്യം ഞാനിത് എന്തോട്ടോട് പറഞ്ഞോണ്ടിരിക്കുന്നു. എനിക്ക് ഞാൻ അപ്പോയിന്റ്മെന്റ് ഓർഡർ എടുക്കേണ്ട വരുമോ. നല്ലോണം പേടിപ്പിക്കാൻ വിചാരിച്ചിരിക്കുന്നു. ഇവള് ഈ ഗ്യാപ്പിൽ കൂടി കണ്ട് നമ്മ വരുന്നത്. അടി ബാക്കിലെ വന്നിരുന്നെങ്കിണ്ടല്ലോ, നീക്ക് ബാക്കിലെ വന്നിരുന്നെങ്കിൽ പക്കായിരുന്നതാ. ഇതില് ഇങ്ങ് വന്ന് ഇവിടെ ഉണ്ടല്ലോ അങ്ങോട്ട് പേടിപ്പിച്ചെങ്കിൽ ഇവിടെ ചായ അയ്യയ്യയ്യേ പോയില്ലേ. ആ അവസരം നഷ്ടപ്പെട്ട് ഗൈസ്. ഇനി ഒരവസരത്തിൽ ഞാൻ ഇവിടെ പേടിപ്പിച്ച് കൊല്ല നമുക്ക്. അപ്പൊ വിന്തമിന്റെ ചോദിച്ചോയോ? പറഞ്ഞ പോലെ അമ്മു, അയ്യോ ഞാൻ വിന്തപ്പെട്ട അമ്മു ഡിസ്ചാർജ് ആവുന്നേ ഉള്ളൂ ഇന്നാ. നിങ്ങൾ വീഡിയോ വരുമ്പോഴേക്കും ഡിസ്ചാർജ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ കാണിക്കാം, കൂട്ടാൻ പോകുന്നുണ്ടെങ്കിൽ കാണിക്കാം വ്ളോഗിൽ. അപ്പോൾ വേറെന്താ, പിള്ളേരൊക്കെ സ്കൂളിൽ പോയില്ലേ? ആൻ്റേട്ടനോ കുളിക്കുന്ന? അച്ഛൻ എന്ത് ചെയ്യുന്നില്ല? അച്ഛൻ ഉണ്ടായില്ല എന്ത്? പാറിപ്പറന്ന അച്ഛന് ഫ്രീഡം കിട്ടിയല്ലേ? ആഘോഷിക്കണം അച്ഛൻ. ബാ പോണ്ടേ? എന്തോ സാധനം നൈസിൽ ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് എടുക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങോട്ട് വന്നത്. എന്നാല് അല്ലേ നമ്മളില്ലാതെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും അല്ലേ? എന്താ? ഓ മൂക്കുത്തി ഇട്ടാ വീണേ. പിന്നെ നൈക്കേന്ന് ഒരു മോയ്സ്ചറൈസറും പിന്നെ
ഹെർബൽ സ്കിൻ ടോണർ. ഇത് ഫ്ലിപ്കാർട്ടിൽ ഉണ്ടാവില്ല, നൈക്കേന്നാ വാങ്ങിച്ചത്. ഫ്ലിപ്കാർട്ടിൽ ഉണ്ടാവുന്ന എനിക്കറിയില്ല. നൈക്ക ടാഗ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ടാഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നല്ലതാണ് ഇത്. ഞാൻ ഒരു തവണ യൂസ് ചെയ്തിട്ട് അപ്പൊ ഇത് ഞാൻ ഒരു തവണ വാങ്ങി യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതായി തോന്നിയത് കൊണ്ട് ഞാൻ രണ്ടാമത്തെ എന്താ പ്രൊഡക്റ്റ് എന്താ കാണിച്ചേ? സിറം. ഇത് പരസ്യം സിറല്ല, ഇത് മോയ്സ്ചറൈസറും പിന്നെ ഇത് ഹെർബൽ സ്കിൻ ടോണറും. ഞാൻ നോക്കട്ടെ, ഇത് രണ്ടും ഫ്ലിപ്കാർട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ടാഗ് ചെയ്യാം. നൈക്ക് ടാഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ ടാഗ് ചെയ്യാം. നല്ലതായിരുന്നു ആ സാധനം. ആ മൂക്കുത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഞാൻ ടാഗ് ചെയ്യാം. എല്ലാം ഓക്കെയാണ്, പക്ഷെ സഹിക്കാൻ പറ്റാത്തത് ഈ കാർബോർഡിന്റെ സ്മെല്ലാണ്. ഇതിന്റെ ഇപ്പൊ വരുന്ന കാർബോർഡിനൊക്കെ എന്ത് മണല്ലേ എന്റെ അമ്മ. നികി എന്തോ അടിച്ചു മാറ്റുന്നുണ്ട് വിന്തമ്മേന്റെ. നീ എന്തിനാ സാരി എടുക്കുന്നത്? ഇതെന്തിനാണ്? ഇതെന്തിനാ? ഇതെനിക്ക് നീലേശ്വരം പ്രോഗ്രാമിന് പോകുമ്പോ എടുക്കാൻ വേണ്ടി പുതിയ സാരിയാണ്. ഇതിന്റെ ബ്ലൗസ് അമ്മ എന്നോട് പറഞ്ഞ് മോൾ അടിച്ചോന്ന്. അമ്മക്ക് ഇങ്ങനത്തെ വേറെ ബ്ലൗസ് ഉണ്ട്, അമ്മ മറ്റേ സാധാ ബ്ലൗസ് ഇട്ടിട്ട് എടുത്തോളാം. അപ്പൊ നികി സാരി എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നീലേശ്വരം പോകുമ്പോ ഒരു ബ്ലോഗ് എടുക്കാം. അപ്പൊ കാണാം അല്ലേ? ഒരാളെ കാണിച്ചു തരാട്ടാ. ഇതെന്താ? ഹായ് 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 ഹായ്. എവിടെ പോയിട്ട് വരുന്നേ? ഞാൻ നോക്കി കാണിച്ചു കിട്ടും. ഒരാളെ എൻ്റെ വണ്ടി എടുത്ത് കറങ്ങി കിടക്കുന്നു. ഇതെന്താ സംഭവം? എന്താ ഉദ്ദേശം? എന്തേ അച്ഛൻ? ഞാൻ സ്കൂട്ടി എടുത്ത് വന്നോണ്ടാ. ഞാൻ പെട്ടെന്ന് ഞാൻ കണ്ടപ്പോ എൻ്റെ വണ്ടിയല്ലേ വരുന്നതെന്ന്. വിട്ടോ അവിടെ കറങ്ങി കിടക്കാൻ എൻ്റെ വണ്ടിയൊക്കെ എടുത്ത് കേട്ടാ. കുട്ടികളെ ഞാൻ വെച്ചാൽ എൻ്റെ വണ്ടി പോലത്തെ ഒരു വണ്ടി വരുന്നു. ഞാൻ ഈ സ്കൂട്ടി എടുത്ത് വന്നോണ്ട് എത്ര എടുത്തു പോയി. അപ്പൊ എന്തായാലും നമ്മളിനി ചായ പിടിക്കട്ടെ ഗൈസ്. നികിയുടെ ഇഡ്ഡലി, ചട്നി, സാമ്പാറൊക്കെ ഉണ്ട്. പിന്നെ ഇഡ്ഡലിയുടെ ഒരു കഥയുണ്ട് ബാക്കി പറയാൻ. ഒരാളെ എനിക്ക് മനസ്സമാധാനം തരുന്നില്ല. നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ഭർത്താക്കന്മാരെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് എല്ലാം എടുക്കുക. ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. ഇതാ പുള്ളിക്കാരത്തേക്ക് ഇപ്പം ഞാൻ ഏത് സാരി എടുക്കണമെന്ന് ഞാൻ ഇങ്ങനെ പറയണം, എന്നാലേ അവൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം അവിടെ നിന്ന് എടുത്തിട്ടുന്ന സാരിയാണ് വിന്തമ്മേൻ്റെ. ഇത് സല്ലമ്മേൻ്റെ. ഇതൊന്നും ജി ചേച്ചി കൊണ്ടുതന്ന സാരി വിന്തമ്മക്കും സല്ലമ്മക്കും. ഇത് ഒരെണ്ണം. പിന്നെ മറ്റേത് കാണിച്ചേ, ഞാൻ പറയാതാന്ന്. എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഏതാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അതിൻ്റെ ഒരു ഇത് വരുന്നില്ലേ, ഇത് ഈ ഒരു സാരി കാണിക്ക്. രണ്ട് സാരിയാണ് ഇവള് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നീലേശ്വരം പരിപാടിക്ക് പോകുമ്പോ നിങ്ങൾക്ക് ഏതാ പറയാൻ തോന്നിയത്? ഏത് സാരിയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവളെടുത്ത് കാണിച്ചതില്? ഞാൻ പറയുന്നത് എനിക്ക് കുറച്ചൊരു കൂടുതൽ ഇഷ്ടപ്പെട്ടതില്ലേ, എനിക്ക് തോന്നുന്നു ഇതാണോ സംശയമുണ്ട്. കാണിച്ചു തന്നെ നോക്കട്ടെ, ഒന്നും കൂടി കാണിച്ചേ. ഇതിന്റെ രസമുണ്ട് കേട്ടോ. ഇതും മറ്റേ കാണിച്ചൊന്ന്. എൻ്റെ സെലക്ഷനാണ്, ഞാൻ സെലക്ട് ചെയ്തതാണ് നല്ലത് നിങ്ങൾ എല്ലാവരും പറയണേ ഗൈസ്. ഇതും എനിക്ക് ഇതിന്റെ ഇഷ്ടപ്പെട്ട എന്താണെന്നറിയാമോ? ഈ മുന്താണി പച്ച പോലത്തെ നീല പോലത്തെ ഒക്കെ. ഇനിയിപ്പോ എല്ലാരും പറയും സജീഷ് പറഞ്ഞത് മോശമായി, മറ്റേതായിരുന്നു നല്ലതെന്ന് പറയോ. നിനക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തോട്ടെ. എനിക്ക് സീരിയസ്ലി ഞാൻ പറഞ്ഞു, എനിക്കിത് രണ്ടും ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ അതെടുക്ക്. എനിക്കിത് രണ്ടും ഇഷ്ടപ്പെട്ടു. എന്തെങ്കിലും ആക്ക്. ഇതാണ് അവസ്ഥ. ഇനിയിപ്പോ ഞാനത് പറഞ്ഞോണ്ട് ഞാൻ തന്നെ എടുക്കോളൂ. അവള് ഗൈസ്, ഞാൻ പറഞ്ഞിരുന്നില്ലേ നമുക്ക് ഇന്ന് നിക്ഷാൻ്റെ ഒരു ആഡ് ഷൂട്ട് ഉണ്ടെന്ന്. ഞാൻ എന്താ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കുളിക്കാൻ റെഡി ആയി ഇറങ്ങി. ഇയാൾ നേരത്തെ നിൽക്കുന്നതാണ് ഇവിടെ. എത്ര സമയമായിട്ട് ഇത് ക്രിസ്മസ് ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിക്കയും കൂടി വൈറ്റ് റെഡ് കോമ്പോയിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചതാ. എന്നിട്ട് ഇവിടെ ഒരു സാരിയൊക്കെ കൊടുത്തിട്ട് മണിക്കൂർ ഇപ്പം എത്രയായി? ഇങ്ങോട്ട് തിരിഞ്ഞ ഞാൻ നോക്കട്ടെ. ഇനി കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നല്ലേ? അപ്പൊ എപ്പാ പോന്നേ? എൻ്റെ പൊന്നു മോളെ ഒന്ന് എഴുന്നള്ളി ഇനിയെങ്കിലും. അല്ല പിന്നെ ഓക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ആ വീഡിയോ എടുത്തിട്ട് വരാം. അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടുത്തെ വീഡിയോ എടുക്കുമ്പോഴേക്കായിട്ട് ചെറുങ്ങാനൊന്ന് കാണാം. എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതാ PG-ന്റെ നല്ല അടിപൊളി ഇൻഡക്ഷൻ കുക്കറും 3 ലിറ്ററിന്റെ PG-ന്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രഷർ കുക്കറും കൂടിയിട്ട് പ്രത്യേകിച്ച് പറയാൻ എന്താ ഉള്ളത്? 2026. അങ്ങനെ ഇതാ നമ്മുടെ ഷൂട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഒരു അടിപൊളി ഓഫറൊക്കെ കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തന്നേക്കെ ഈ വീഡിയോ കൂടി തന്നെ. ഇത് കണ്ട ബെഡ്ഷീറ്റും 2 പില്ലോ കവറും പിന്നെ ബാത്ത് ടവല് പിന്നെ ഇത് ബെഡ് പ്രൊട്ടക്ടർ. നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം മൂത്രം ഒന്നും ബെഡിലേക്ക് ആവില്ല. പിന്നെ ഇതാ ബ്ലാങ്കറ്റ്, കിച്ചൺ ടവല്, 2 ബെഡ്ഷീറ്റ് 2 പില്ലോ എല്ലാം കൂടി
2026 കംപ്ലീറ്റ് ഒരു 2026 രൂപയുടെ കോംബോ ഓഫർ എടുക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഒരുപാട് സാധനങ്ങളുണ്ട് കോംബോ ഓഫറിൽ. ഞാൻ വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് കൊടുക്കാം, നിങ്ങൾക്ക് ഉപകാരമാവുമെങ്കിൽ ഉപകാരമാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നതിൽ നിക്ഷാൻ അടുത്തുള്ളവർക്കൊക്കെ ഇനിയിപ്പോ കണ്ണൂരിലാ എവിടെയാന്ന് വെച്ചാൽ അല്ലെ നിക്ഷാനുള്ളടത്തൊക്കെ പോയി വാങ്ങാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കിനകത്ത് ബാക്കി കൊടുക്കാം. എന്നാ പിന്നെ ഇതെടുക്കാൻ വേണ്ടി കുറെ കഷ്ടപ്പെടുന്നു. ഞാനുണ്ടല്ലോ ഈ ബെഡ് പ്രൊട്ടക്ടറായി പോയി. ഓക്കെ, തീർക്കട്ടെ ഗൈസ്. അപ്പോഴിത് നമ്മുടെ നിക്ഷാനിൽ 2026 വരവേൽക്കാൻ വേണ്ടിയിട്ട് നല്ല കിടിലൻ കോംബോ ഓഫർ നടക്കുന്നത് കേട്ടാ. ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന PGന്റെ നൂഡിൽസ് മേക്കറും തവയും കൂടിയിട്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, 2026 രൂപ. ആള് മാറി, ചായ മാറ്റി അല്ലെ, നേരത്തെ ചായ മാറ്റി കാപ്പിയാക്കി എന്ന് പറഞ്ഞാൽ ആള് മാറി ഗൈസ്. അപ്പൊ നമുക്ക് എടുക്കേണ്ടത് ഒരു സ്പോർട്സിന്റെ സംഭവമാണ്, അതുകൊണ്ടാണ് ഈ ഡ്രസ്സ് ഇട്ടത്. എനിക്ക് സ്പോർട്സിന്റെ കാര്യമായിട്ട് ഉണ്ടായില്ലേ, ഇവർക്ക് സ്പോർട്സിന്റെ ഒപ്പിച്ചിട്ടുണ്ട് വിളി. അപ്പൊ എന്നാ പിന്നെ പോയിട്ട് അതൂരെ എടുക്കാം. ബാ നടക്ക്, മുന്നോട്ട് നടക്ക്, മര്യാദക്ക് നടക്ക്, മര്യാദക്ക് നടക്ക് മുന്നോട്ട്. അങ്ങനെ നിക്ഷാനിലെ ആഡ് ഷൂട്ടൊക്കെ ഇവിടെ കഴിഞ്ഞ് നമ്മളിനി നേരെ വീട്ടിലോട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ക്രിസ്മസ് അടുത്തെത്തി. നമ്മുടെ വീട്ടില് ക്രിസ്മസ് അവർക്ക് പൈസ കൊടുക്കും, അവര് പോയി. അപ്പൊ എന്തായാലും ക്രിസ്മസ് ഇനിയിപ്പോ കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു മിന്തലിനാ. ഇപ്പോഴത്തെ പുതിയ പാട്ടല്ലേ, ഏതാണത്? നമ്മുടെ ആലക്കിടലം പാട്ട്. അതെന്താ? നാദ പാട്ട് പറഞ്ഞു, ആവശ്യം കിട്ടൂല. നാദ. അപ്പൊ എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ആയിരുന്നു. നമ്മള് രാവിലെ തുടങ്ങി ഒരു ഞെട്ടിക്കൽ തുടങ്ങി ഇപ്പൊ നമ്മുടെ ക്രിസ്മസിൽ വരെ എത്തിക്കാണ്. എന്തായാലും പിന്നെ നാളെ അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ആണ്. അപ്പൊ എന്തായാലും നാളെ ക്രിസ്മസ് ആണ്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അതുപോലെ തന്നെ ഇനിയിപ്പോ ന്യൂ ഇയർ ആണ് വരുന്നത്. അഡ്വാൻസ് ആയിട്ട് ഇനി ന്യൂ ഇയർ വരെ എല്ലാ വ്ളോഗിലും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ. അതെ, വെക്കേഷനായി, എല്ലാവർക്കും വെക്കേഷനായി. ഇനിയിപ്പോ അടിച്ചുപൊളിയാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും കഞ്ഞിയെല്ലാം കുടിക്കട്ടെ. ഞാൻ നല്ല ഉണക്ക ചെമ്മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. ഹാപ്പി ക്രിസ്മസ്. അച്ഛനെന്ത് അതെയാ? അച്ഛാ ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ്. ഞങ്ങള് കഞ്ഞി കുടിക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ടാറ്റാ, കാണാം.